കേരളത്തിലെ റോഡുകൾക്ക് വീതിയില്ലെന്ന് ആരാണ് പറഞ്ഞത്? KSRTCക്കാർക്ക് മാത്രം കാണുന്ന ഒരു മൂന്നാമത്തെ പാത നമ്മുടെ കേരളത്തിലെ എല്ലാ റോഡുകളിലും ഉണ്ട്. KSRTCയിൽ അങ്കമാലി വരെ വന്നിട്ട് അവിടെ നിന്ന് ഒരു ചാർട്ടേഡ് ബസ്സാണ് എടുത്തത് കേട്ടോ. ഇത് കൂർഗിലേക്കുള്ള എൻ്റെ സോളോ ട്രിപ്പാണ്. നൈറ്റ് ട്രാവൽ ചെയ്ത് ഏർലി മോർണിംഗ് ഞാൻ കൂർഗിലെത്തി. അവിടെ ഞാൻ സ്റ്റേ എടുത്ത റിസോർട്ടാണ് കേട്ടോ ഇത്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടാണ്. നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ് എല്ലാം വളരെ ട്രഡീഷണലായിട്ട് പഴയൊരു തറവാട് വീട് പോലെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓടിട്ട പഴയ വീട്. ഇതിന് ചുറ്റിനുമുള്ള കോമ്പൗണ്ടാണ്. 2 കുളങ്ങളുണ്ട്. ആ കുളത്തിൻ്റെ സൈഡിലായിട്ട് അവർ ഇരിക്കാനുള്ള ചെയേഴ്സ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെന്നതേ ഫ്രഷായി ഞാൻ ജസ്റ്റ് ഒന്ന് വാക്കിനിറങ്ങി. കാപ്പിക്കുരു തോട്ടത്തിൻ്റെ അതിൽക്കൂടെയാണ് കേട്ടോ പോകുന്നത്. അതിലൂടെ പോകുമ്പോൾ റിവർ, പോണ്ട് ഒക്കെ ഉണ്ട്. ഇത് അവിടുത്തെ ഒരു ചെറിയ റിവറാണ്. വെള്ളം കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൂടെ ഇറങ്ങി നടക്കാം. ഇതിൻ്റെ അപ്പുറത്ത് കാടാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഇവരുടെ എസ്റ്റേറ്റ്. ഇത് ഞാൻ താമസിച്ച റൂമിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ആണ്. വളരെ മനോഹരമായിട്ടില്ലേ? ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു റിസോർട്ട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്, ഫാമിലി ലൈഫ് എല്ലാത്തിൽ നിന്നും ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അങ്ങനെ ബ്രേക്ക് എടുക്കുമ്പോൾ എനിക്കിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനും വയ്യ, കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊരു റിസോർട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അതിനകത്ത് തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് നടക്കാം, പോയി റിലാക്സ് ചെയ്തിരിക്കാനുള്ള ഒരുപാട് പ്ലേസുകളുണ്ട്. പിന്നെ ഇത് വളരെ ഫാമിലി ഫ്രണ്ട്ലിയും അതേപോലെ തന്നെ കിഡ്സ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഒറ്റയ്ക്കും വരാം. അങ്ങനെ അവിടെ 2 ദിവസം നിന്ന് റിലാക്സ് ആയതിനു ശേഷം ഞാൻ കണ്ണൂർക്ക് പോയി. കണ്ണൂർ എനിക്കൊരു ബിസിനസ് ആവശ്യത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂർഗ് സെലക്ട് ചെയ്തത്.